കടുത്ത വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് ഓഹരി വിപണിയിൽ വൻ ഇടിവ്. സെൻസെക്സ് 1000 പോയിന്റിലേറെ ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 22,000 പോയിന്റ് നിലവാരത്തിന് താഴെ. ഇന്നലെ നിക്ഷേപകരുടെ ആസ്തി മൂല്യത്തിലുണ്ടായ നഷ്ടം 7.34 ലക്ഷം കോടി രൂപയാണ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ ഓഹരികൾ വിറ്റഴിക്കുന്നത് തുടരുന്നു. HDFC ബാങ്ക്, L&T, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയുടെ ഓഹരികൾ കടുത്ത വിൽപ്പന സമ്മർദ്ദമാണ് നേരിടുന്നത്. തുടർച്ചയായ മൂന്നാം ദിവസവും വിപണി ഇടിഞ്ഞപ്പോൾ സെൻസെക്സ് 1062 പോയിന്റ് നഷ്ടത്തിൽ 72,404 വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി 345 പോയിന്റ് ഇടിഞ്ഞാണ് 21,957 ക്ലോസ് ചെയ്തത്. പല കമ്പനികളുടെയും നാലാം പാദ ഫലം നിക്ഷേപകരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാത്തത് വിപണിയിൽ പ്രതിഫലിച്ചു. L&T ഓഹരി വില 5% ഇടിഞ്ഞത്. ഓട്ടോമൊബൈൽ ഓഹരികൾ മികച്ച പ്രകടനം നടത്തി. ബുധനാഴ്ച മാത്രം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചത് 6,669 കോടി രൂപയുടെ ഓഹരികളാണ്. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് നിക്ഷേപകർക്കിടയിൽ ഇപ്പോഴും ആശങ്ക തുടരുന്നത് വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. കുറഞ്ഞ വോട്ടിംഗ് ശതമാനം വിപണിയെ സാരമായി ബാധിക്കുന്നു. വരും ദിവസങ്ങളിലും കനത്ത ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാമെന്നാണ് വിലയിരുത്തൽ.